പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ നയനയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ദേവയാനി. എന്നിട്ട് ചോദിക്കണം, എന്താ മോളെ അവിടെ പ്രശ്നം, മോടെ അച്ഛനും അമ്മയും മോളെ ഇങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അതെ അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാൻ അതിനുള്ള കാരണം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കനക വന്ന് ഇങ്ങനെ നയനയുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും കനക വന്ന് ഫോൺ നയനയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഫോൺ എടുത്തിട്ട് ആദർശ് മോൻ്റെ അമ്മയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ദേവേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ ഇങ്ങോട്ട് വിടില്ല എന്നൊക്കെ പറഞ്ഞത് അത് ആദർശിൻ്റെ അമ്മയ്ക്ക് അറിയില്ലേ എന്താണ് കാരണമെന്നൊക്കെയാണ്. മോളെ 7ാം മാസ ചടങ്ങിന് ഞങ്ങളവിടെ വന്നപ്പോൾ വളരെ മോശമായിട്ട് നയനയോട് ഇങ്ങനെ പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അത് ആദ്യമായിട്ടുള്ളതൊന്നും അല്ലല്ലോ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അങ്ങനെ തന്നെയല്ലോ ഞാൻ അവളോട് പെരുമാറുന്നത്, പിന്നെ എന്താ ഇപ്പോൾ ഒരു പുതുമ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് എന്തായാലും നമ്മൾ ഇത്രയും നാൾ ക്ഷമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അർഹതയില്ലാത്തടത്ത് തന്നെയാണ് മോളെ പറഞ്ഞു വിട്ടത്, അത് നമ്മളെ തെറ്റ് തന്നെയാണ്, ആ തെറ്റ് എന്തായാലും തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, നിങ്ങൾ മാത്രം അങ്ങനെ നിങ്ങളുടെ മോളെ വിടുന്നതും വിടാത്തതും നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ അവളെ താലി കെട്ടി ഭർത്താവെന്ന് പറയുന്ന ഒരാളില്ലേ, അയാൾക്ക് അവളെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ പിടിച്ച് നിർത്തിയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എന്തായാലും ആദർശിന് നയനെ വേണമെങ്കിൽ ആദർശ് മോൻ ഇവിടെ വന്ന് കണ്ടോട്ടെ, അതിനൊന്നും ഞങ്ങൾക്കൊരു പരാതിയില്ല, അല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും മോൻ ഇവിടെ വന്ന് നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, അങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നും അവനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ അതുപോലെ അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്, അമ്മായി അമ്മയ്ക്ക് മരുമോളെ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് പിന്നെ അവിടെ നിന്ന് കടിച്ച് തൂങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഒന്നാമത് ആദർശിൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ, അതിൻ്റെ ഇടയിൽ കൂടുതൽ ടെൻഷനും തരണ്ടല്ലോ ഞങ്ങളുടെ മോള് കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇനി എന്തായാലും മോൾ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അന്ന് അത് ഞാൻ മാത്രം എടുത്ത തീരുമാനമല്ല, ഇത് ഗോവിന്ദേട്ടൻ എടുത്ത തീരുമാനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം നയന ഇങ്ങനെ കനയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ അമ്മയോടെയൊക്കെ ഇങ്ങനെ ഇത്രയും കടുത്ത ഇതിലൊക്കെ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അതിനെന്താ, ഒരു കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായില്ലേ, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല, ഒന്നുമില്ലെങ്കിലും മോളല്ലേ അവർക്ക് കരളൊക്കെ പറിച്ചു കൊടുത്തത്, എന്നിട്ട് പോലും ഒരു സ്നേഹം മോളെടുത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനും സഹിക്കാനും പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് എന്തായാലും മോളിനി അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ആദർശേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ അല്ലെ വിളിക്കുമ്പോൾ ഞാൻ എന്താ ഇനി പറയേണ്ടെന്ന് ആലോചിക്കുന്നതെന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഗോവിന്ദേട്ടൻ പറഞ്ഞോളും, നീ ഒന്നും പറയണ്ട, പറയാനുള്ളത് ഗോവിന്ദേട്ടൻ തന്നെ പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പറയുകയാണ്, നീ ഞങ്ങളെ ധിക്കരിച്ച് ഇനി ആദർശിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഈ വീട് ആദർശ മോൻ്റെ വാങ്ങി തന്നതാണല്ലോ, ആദർശ മോനെ തന്നെ തിരിച്ചെഴുതി കൊടുത്തിട്ട് ഞങ്ങൾ ഏതെങ്കിലും വാടക വീട്ടിലേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോൾ എന്തിനാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ ഈ പ്രശ്നത്തിനെ എടുത്ത് ഇത്രയും വലുതാക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പറയുകയാണ്, ഇത്രയും കാലം ഞങ്ങൾ സഹിക്കായിരുന്നു, ഇനി ഞങ്ങൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല, എന്തായാലും ഒരു തെറ്റ് പറ്റി അത് നമ്മൾ തിരുത്താൻ നോക്കുകയാണെന്നൊക്കെ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, നീ അങ്ങ് ആദർശിൻ്റെ കൂടെ ഞങ്ങളെയൊക്കെ ധിക്കരിച്ചിട്ട് ആദർശിനോടൊപ്പം പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീക്കി പോയിക്കോ, പിന്നെ ഒരിക്കലും ഞങ്ങളെ കാണാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ് ചെയ്യുക. ശേഷം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കനക നയനയുടെ കയ്യിൽ ഫോണൊക്കെ കൊടുത്തിട്ട് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയന ഇങ്ങനെ അമ്മയെന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷേ കനക അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് ഇങ്ങനെ കനക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവേനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ആ വീട്ടിലെ മരുമോൾ നിൽക്കാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദേവയാനി. കനകയും ഗോവിന്ദനെയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, കനക എത്ര നന്നായിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ അമ്മായിയമ്മയും മരുമകളും കൂടെ പറ്റിച്ചത്, അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് അവർ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതെന്തായാലും ആദർശ് മോന് പോലും പറഞ്ഞില്ലല്ലോ, ആദർശ് മോൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ലല്ലോ, അപ്പം കുറച്ച് വിഷമിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതുപോലെ തന്നെ എത്ര നാളെന്ന് വെച്ചാൽ മനുഷ്യരെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എന്തായാലും അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട് മരുമോളടുത്ത് ആദർശ് മോനോടൊന്നും പറയണ്ടെന്ന കാര്യം,
അവരെ മുമ്പിൽ നിൽക്കാൻ മടിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ പറയണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് അഭി വരികയാണ് ചെയ്യുക കാറിൽ. അപ്പോഴത്തേക്കും പെട്ടെന്ന് കനക പറയുന്നുണ്ട്, നമ്മൾ അധികമൊന്നും ഇവിടെ വരാത്ത നമ്മുടെ മരുമോൻ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇനി വലിയ കാര്യസാധ്യത്തിനാണോ വരുന്നതെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുകയാണ്, എന്തായാലും ആരും നിർബന്ധിച്ച് വരാതെ ആരെയും കാണിക്കാതെ വരാതെ ഇരുന്നാൽ കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഭി ഇങ്ങ് വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും അഭി വരുമ്പോൾ കനക പറയുന്നുണ്ട്, മോനെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നവ്യ വിളിച്ചായിരുന്നു, അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അവിടെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവൾക്കൊന്ന് ഞാൻ വരില്ലെന്നാണ് അവളെ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നെ വിശ്വാസവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദനും പറയുന്നുണ്ട്, ഞങ്ങൾക്കും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല മോനെ, മോൻ തന്നെ അന്ന് 7-ാം മാസം തന്നെ ഇങ്ങനെ പോയിട്ടൊക്കെ ലേറ്റായിട്ടല്ലേ വന്നത്, അത് തന്നെ മോൾക്ക് വലിയ വിഷമമായി. ഇവിടെ 7-ാം മാസം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് മോൻ വിളിക്കുകയും അതുപോലെ തന്നെ മോൾ അരികിലേക്ക് വരികയും ചെയ്യുന്നത് മോൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവ് വരുന്നതിൻ്റെ അത്ര ഇത് കാണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അല്ല നവ്യ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇനി നയനെ ഏട്ടത്തി അങ്ങോട്ട് വിടുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഇതൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് ഞങ്ങളെടുത്ത തീരുമാനം തന്നെയാണ്, അന്ന് അവിടെ വന്നപ്പോൾ പോലും ഇങ്ങനെയൊക്കെയല്ലേ പ്രശ്നങ്ങളുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോഴും മരുമോളെ അംഗീകരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. 1 വർഷമായില്ലേ എന്നിട്ടും അവർക്കൊരു മാറ്റവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, അല്ല അമ്മായി അങ്ങനെയാണെങ്കിലും ആദർശേട്ടന് നയനേട്ടത്തി എന്ന് വെച്ചാൽ ജീവനാണല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മോൻ്റെ അടുത്ത് നമുക്കൊരു പ്രശ്നമില്ല, മോനെ എങ്ങനെയാണെങ്കിലും ഇവിടെ വന്ന് നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നയനേട്ടത്തി അങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല, അവർക്കൊക്കെ വളരെ വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കനക പറയുന്നുണ്ട്, ഇനി അങ്ങനെ അവരൊക്കെ സ്നേഹിച്ചിട്ടും അമ്മായിയമ്മ മരുമകളെ സ്നേഹിച്ചില്ലെങ്കിൽ അവിടെ ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോൻ തന്നെ കണ്ടല്ലോ, എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് പോലും മരുമകളെ ഒന്ന് മരുമകളായിട്ട് പോലും അംഗീകരിക്കുന്നില്ല, പിന്നെ അതും പോയിട്ട് ഒരു അംഗമാണെന്നുള്ള പരിഗണന പോലും കൊടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭി പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെയും പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളെടുത്ത കടുത്ത തീരുമാനം തന്നെയാണ്, മോളെ ഞങ്ങളായിട്ട് ചെയ്തു വെച്ച ബന്ധമാണിത്, അതുകൊണ്ട് ഞങ്ങളായിട്ട് തന്നെ അത് തിരുത്താനും ശ്രമിക്കുകയാണ്. പിന്നെ ബന്ധം രണ്ടായിട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല, അതുകൊണ്ട് ആദർശ് മോന് എന്തായാലും ഇവിടെ വന്ന് നയനമോളെ കാണാം, ഇനി എന്തായാലും ഞങ്ങൾ നയനമോളെ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് അബി പറയുന്നുണ്ട്, നയനമോൾ നയന എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, നയനമോൾ അകത്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അബി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അബി അങ്ങ് പോയതിന് ശേഷം ഗോവിന്ദനോട് കനക പറയുന്നുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇനി അമ്മ മോനെ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ജലജയും മോനും അല്ലേ, ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഇങ്ങനെ ഗോവിന്ദന് മറുപടി പറയുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നവ്യാണ് കേട്ടോ കാണിക്കാൻ. നവ്യ ഇങ്ങനെ റൂമിലിരുന്ന് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവിടേക്കാണ് അബി വരുന്നത്. അബി വന്നിട്ട് ഹലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ വിളിക്കില്ല, ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെയല്ലേ നിൻ്റെ പരാതിയായിരുന്നത്, ഇപ്പോൾ സംശയമൊക്കെ മാറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്ത് കാര്യസാധ്യത്തിനാണ് നീ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, കാര്യസാധ്യത്തിന് വേണ്ടി വരാൻ നിൻ്റെ അച്ഛൻ എന്താ കോടീശ്വരനാണോ, എങ്കിൽ ഞാൻ ഒരു 50 ലക്ഷം രൂപ ചോദിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല നിൻ്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റില്ല അബി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മാറാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് അത് അറിയാൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും അല്ല, എങ്കിൽ പിന്നെ ഞാൻ നിന്നെ വിളിക്കാതെയും വരാതെയൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല അബി നിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നാലും പെട്ടെന്ന് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇനി 2-3 മാസം കഴിയുമ്പോൾ നമുക്കൊരു കുഞ്ഞ് വരും, ആ സമയത്തെങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതിപ്പം നിനക്ക് മനസ്സിലാവില്ലേ, പിന്നീടെങ്കിലും നിനക്ക് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക അബി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ജ്യൂസൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങ് പോവുകയാണ് ചെയ്യുക കേട്ടോ.
അടുത്തായിട്ട് ഇങ്ങനെ അഭിയാണ് കേട്ടോ കാണിക്കുക. അഭി ഇങ്ങനെ കാറൊക്കെ റോഡിൽ പാർക്ക് ചെയ്തിട്ട് എന്തോ കാര്യത്തിനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്തേക്കും അനക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അഭി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആരെയാണോ ഞാൻ കാണില്ലെന്ന് വിചാരിച്ച് അവിടെ മുമ്പ് തന്നെ ചെന്ന് പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനക്ക് ഇങ്ങനെ അഭിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി നമ്മുടെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മോളുടെ കാര്യം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അനഘ ചോദിക്കുന്നുണ്ട്, കല്യാണം വിളിയായിട്ടൊക്കെ നീ ഇപ്പോൾ ഓടി നടക്കുകയായിരിക്കും, കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ എടുത്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എടുത്തു ചിങ്ങം 10-നാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ വരേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്തായാലും ഞാൻ എൻ്റെ കഴുത്തിൽ താലിയൊന്നുമില്ല, പക്ഷേ അതിനെക്കാട്ടും വലിയൊരു തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മോളെയും കൊണ്ട് അവിടെ വരികയാണെങ്കിൽ അന്ന് തന്നെ നിൻ്റെ കല്യാണം മുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുമാത്രമല്ല, അതുപോലെ തന്നെ ഞാൻ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ മുത്തശ്ശന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയാണ്, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല, കാര്യം അതുവരെയൊന്നും ഞാൻ ഒരിക്കലും കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നീ എന്തായാലും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ലോകത്ത് എനിക്ക് വിശ്വാസമില്ലാത്തത് നിന്നെ മാത്രമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ വാക്കും പ്രവൃത്തിയും 2 വഴിക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ല, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയണം. നീ കല്യാണം കഴിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, കാര്യം എനിക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിലും എനിക്ക് അതിനുള്ള ആയുസില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ എൻ്റെ മോളെ ഒരിക്കലും അനാഥയായിട്ട് വളരാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ കല്യാണം വിളിക്കുന്നില്ലേ, എന്നെ നീ വിളിച്ചില്ലെങ്കിലും ഞാൻ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിന് മുമ്പ് എൻ്റെ മോളെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അല്ലാതെ നിൻ്റെ ജീവിതം തകർക്കാനൊന്നുമല്ല ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനഘ അങ്ങ് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് അനന്തപുരിയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ ദേവേനി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കാണിക്കുന്നത്. എന്നിട്ട് ആദർശ് വരെയാണ്. അപ്പോൾ ആദർശ് വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ദേവേനി ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പറയുകയാണ് ആദർശിനോട്, ഇടമോനെ നിൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല ഭാര്യ വീട്ടുകാർക്ക് നല്ല അഹങ്കാരം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അല്ല 7-ാം മാസ ചടങ്ങിന് അവരോട് ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ പ്രാവശ്യവും എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതുകൊണ്ട് അവളെ ഇങ്ങോട്ടെങ്ങാനും വിടില്ല എന്നിട്ട് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, അതെ അവളെ ഇങ്ങോട്ട് വിടില്ല എന്ന്, മരുമോളെ സ്നേഹിക്കാതെ അമ്മായിയമ്മ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അവളെ വിടാൻ താല്പര്യമില്ലെന്നാണ് അവർ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നയന എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നയന അവളൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. മോനെ, നീ അവിടെയൊക്കെ നിയന്ത്രണം അവരുടെ ഒന്നും കയ്യിലല്ല, നിൻ്റെ കയ്യിലാണ് അവിടെ നിയന്ത്രണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. നിനക്ക് ഭാര്യ ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നീ പോയി വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്കും പറയാണ് മറുപടിയായിട്ട്, ആദർശ് അവരൊന്നും അങ്ങനെയൊന്നും പറയേണ്ടതല്ലല്ലോ, പിന്നെ എന്ത് പറ്റി ഇപ്പോഴെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഇതിനു മുമ്പ് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അതുകൊണ്ട് ഇനിയും ഞാൻ ചെന്ന് വിളിക്കുമെന്നായിരിക്കും അവർ വിചാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, എന്തായാലും അമ്മ അവളെ വീട്ടിൽ പോയി അമ്മയല്ലേ അവളെ വിളിച്ചുകൊണ്ട് വന്നത്, അപ്പോഴത്തേക്കും 7-ാം മാസം ചടങ്ങ് നടക്കുമ്പോഴെങ്കിലും അമ്മയ്ക്ക് അവരോടൊക്കെ നല്ല മാന്യമായിട്ട് സംസാരിക്കാവുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, ഇനി നീ ആയിട്ട് എന്നെ മാറ്റാനൊന്നും നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നീ ചെന്ന് വിളിച്ചാൽ അവൾ വരണം, അല്ലെങ്കിൽ അവളെ വീട്ടിൽ തന്നെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അല്ലമ്മ അവൾ വന്നില്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്ന് വെച്ചിട്ട് അവർ പറയുന്ന എല്ലാ ഡിമാൻഡും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതുമാത്രമല്ല, അവളുടെ അടുത്ത് നയനയുടെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട കനക എന്നോട് സംസാരിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിക്കുന്നുണ്ട്, അമ്മയും സംസാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവളോട് മാത്രമല്ല സംസാരിച്ചത്, അവരോട് എടുത്ത തീരുമാനവും പറഞ്ഞിട്ടുണ്ടോ, ഇനി ഒരിക്കലും അവളെ ഇങ്ങോട്ട് വിടില്ല എന്നാ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശിനോട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയി വിളിക്കാം അവളെ ഇപ്പം തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, നീ ഇനി പോകുന്നതൊക്കെ ഇനിയിപ്പോൾ അവളെ കാലൊന്നും പിടിക്കണ്ട, അവളെ വരുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇല്ലമ്മേ ഞാൻ എന്തായാലും വിളിച്ചാൽ അവൾ വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവേണം കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും ദേവയാനി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെ എൻ്റെ വിശ്വാസം, കാര്യം ആദർശ് പോയി വിളിച്ചാൽ എന്തായാലും നയന വരുമല്ലോ, അതാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, മോളും നന്നായിട്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.